ഹലോ, അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചിക്കൻ വാങ്ങിയിട്ടില്ലായിരുന്നോ? ആ ചിക്കൻ നമ്മൾ കറി വെക്കാൻ പോവാണ് കേട്ടോ. ഇത് ഈസിയാണോ ചോദിച്ചാൽ ഈസി അല്ല. കുറച്ചധികം സമയം നമ്മളെ മുന്നിലുണ്ടെങ്കിൽ ഇതൊരു ബെറ്റർ ഓപ്ഷൻ ആട്ടോ. ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും, അത് ഉറപ്പാണ്. 1/2 കിലോ ചിക്കനിലേക്ക് ഞാൻ 4 ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടി എടുത്തിട്ട് അത് നന്നായിട്ട് ഞാൻ ചതച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഞാനൊരു 1.5 കഷ്ണം തക്കാളിയും കൂടി എടുത്തിട്ട് പേസ്റ്റ് ആക്കുന്നുണ്ട്. ഇവിടെ തക്കാളിയൊക്കെ എടുത്ത് മാറ്റി വെക്കും, അതുകൊണ്ട് ഞാൻ എല്ലാം പേസ്റ്റ് ആക്കിയിട്ടാട്ടോ ചെയ്യുന്നത്. നമ്മളിത് ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. എണ്ണ ചൂടായ ശേഷം നമ്മൾ അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. കുറേശ്ശെ ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. അത് നന്നായിട്ട് വഴറ്റിയിട്ട് ഒരു ഗോൾഡൻ കളറാവുന്ന വരെ നന്നായിട്ട് വഴറ്റുക കേട്ടോ. ഇതാ ഏകദേശം ഈ ഒരു കളറാകുമ്പോൾ ഇത് കോരി മാറ്റുക. ഈ സെയിം പ്രൊസീജിയർ ഉള്ളി തീരുന്ന വരെ ചെയ്യാം. അങ്ങനെ ഞാനിത് ഫുള്ളായിട്ട് ഇതേപോലെ റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഉള്ളി ഫുള്ള് എടുത്തിട്ട് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഉണ്ടാക്കിയ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റും കൂടി ഇടുക. പിന്നെ ടൊമാറ്റോ പേസ്റ്റും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതൊക്കെ കൂടി നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ച് വെക്കുക കേട്ടോ. പിന്നെ ഉപ്പ്, മുളക്, മഞ്ഞൾപ്പൊടി, ഗരം മസാല, മല്ലിപ്പൊടി ഒക്കെ കൂടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക കേട്ടോ. ആ ഗ്യാപ്പിൽ ഞാൻ ഒരു ചായയൊക്കെ കുടിച്ചേ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് സെയിം ചട്ടിയിൽ തന്നെയാണ് കേട്ടോ. ബാക്കി ഓയിലും ഉണ്ടായിരുന്നു, അപ്പോൾ അതിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ കുറച്ച് ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കിട്ടിയാൽ അതിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ചിക്കൻ ഫുള്ളായിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ ഇവിടെ മല്ലിച്ചപ്പൊക്കെ വല്ലാണ്ട് ഇഷ്ടമാണ്, അപ്പോൾ അതുകൊണ്ട് കുറച്ചധികം മല്ലിച്ചപ്പും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ആ ഫ്ലേവറൊക്കെ ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. അത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കുറച്ച് വെള്ളം കൂടി, വേവാനായ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് മൂടി വെക്കാം കേട്ടോ. ഒരു 10 മിനിറ്റ് വെക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റ് ആയി കഴിഞ്ഞാൽ നമുക്കൊന്ന് ജസ്റ്റ് എടുത്തിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. അടിയൊക്കെ പിടിച്ചിട്ടുണ്ടോ എന്ന് ഈ സമയത്ത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പം അതൊക്കെ ഒന്ന് ഇളക്കി ഒന്നും കൂടി ഒരു 10 മിനിറ്റും കൂടി വെക്കാം കേട്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. നല്ല അടിപൊളി മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ വേണമെങ്കിൽ ഒരു പ്ലേറ്റ് ചോറും കൂടി കഴിക്കാം കേട്ടോ. അത്ര അടിപൊളി ടേസ്റ്റും നല്ല സ്മെല്ലും ഉണ്ടോ. അപ്പോൾ സാധനം സെറ്റായിട്ടുണ്ട്. അങ്ങനെ സെർവ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ.